സേനാപതി വേണു, ഈ 1-ാം തീയതി ബാറുകൾ അടച്ചിടുമ്പോൾ അല്ലെങ്കിൽ മദ്യം ലഭിക്കാതെ വരുമ്പോഴുള്ള സാമ്പത്തിക നഷ്ടം അത് സർക്കാരിനായാലും കുടിയന്മാർക്കായാലും ഈ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടിലാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഡ്രൈ ഡേ എടുത്ത് മാറ്റാൻ തയ്യാറായെന്നാണ് ശ്രീ ബലദേവന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അത്ര കരുതൽ എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും സർക്കാരിന്. അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയ ആളുകൾ മുതൽ ഇങ്ങോട്ട് ഉള്ളവരോട് എങ്ങനെ വിശദീകരിക്കും എന്നത് കൂടെ ഒരു ചോദ്യമല്ലേ? എന്തിനാ ഈ ഡ്രൈ ഡേ ഒക്കെ ഇപ്പോ ഒരു മാസത്തിൽ ഇപ്പോ ഒരു ദിവസമോ അതല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഗാന്ധി ജയന്തി ദിനത്തിലോ ഇപ്പം പരമാവധി ഇതിന്റെ ഒരു ദിവസങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ 1-ാം തീയതി ശമ്പളമൊക്കെ മേടിച്ച് ഈ സാധുക്കളെല്ലാം കൂടെ ഈ മദ്യശാലയിലേക്കൊക്കെ പോകുന്നത്, ഇപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എത്രയുണ്ടായെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്താണേലും അതൊരു സദുദ്ദേശം, ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇതിന്റെ ലഭ്യത അത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാതെ മദ്യവർജനം എന്ന എന്ത് പ്രസംഗം നമ്മുടെ നാട്ടിൽ നടത്തിയാലും അത് ഒട്ടും വിജയകരമാവില്ല. ഇപ്പൊ നമ്മളിതിന് പറയുന്നത് എന്താ, വിദേശ രാജ്യങ്ങളിലൂടെ ടൂറിസ്റ്റുകൾ വരുന്നു അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ എന്നുള്ള ഈ വ്യാജേന ഈ നാട് മുഴുവൻ ഇത് തുറന്നു വെച്ച് ഈ സാധാരണക്കാരും ഇടത്തരക്കാരും പാവങ്ങളും അവരിതിന്റെ അടിമകളായി. ഇവിടെ മുമ്പ് ബൽദേവ് സാർ പറഞ്ഞതുപോലെ ഇതിന്റെ അഡിക്റ്റ് ആയ ആളുകള് അവർക്ക് ഇത് കിട്ടാതെ പറ്റത്തില്ല. രാവിലെ അവര് ബാർ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നു. അപ്പോ ഇതിന്റെ ലഭ്യത കുറച്ചുകൊണ്ട് മാത്രമേ ഈ മദ്യവർജനമാണെങ്കിലും ഇല്ലെങ്കിൽ മദ്യനിരോധനത്തിന്റെ ഒരു നടപടി എന്ന് പറയുന്നത് ഇതിന്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ്. ആ ലഭ്യത കുറയ്ക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് പകരം ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഖേദപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു അനു, നമ്മുടെ നാട്ടിലെ കലാലയങ്ങൾ അത് CPM-ന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കീഴിൽ എന്ന് പറയുമ്പോൾ അത് ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇന്ന് ഈ കേരളത്തിലെ കലാലയങ്ങളിലെ ഈ മദ്യപാനം അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ വ്യാപനം അതിന്റെ എല്ലാം പിന്നിൽ അത് സ്കൂളുകളിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ എക്സൈസിന്റെ ഒരു കണക്ക് അടുത്ത ദിവസം ഞാൻ പുറത്തു വന്നത്, കേരളത്തിലെ 1072 സ്കൂളുകൾ ആലോചിച്ച് നോക്കുക, 1072 സ്കൂളുകൾ മയക്കുമരുന്ന് ലോബിയുടെ വലയത്തിനുള്ളിലാണെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കാ. 1-2 അല്ല, 1072 സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളുകളിൽ ഇത് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളവരായ വിദ്യാർത്ഥികൾ, ഏതായാലും വിദ്യാർത്ഥികൾ കാലത്തെ വീട്ടിൽ നിന്ന് വരുന്നയാള് സ്വാഭാവികമായിട്ടും ചോറ്റുപാത്രത്തിൽ കൊണ്ടുവരുന്ന ഒരു സാധനമല്ലല്ലോ, അവനിത് എത്തിക്കാനായി വലിയ ലോബി, അതിന്റെ വലിയ കണ്ണികളുണ്ട്. അപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ കണക്ക് മാത്രം പുറത്തുവിട്ടാൽ മതിയോ? കേരളത്തിലെ പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും അവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ കെനിയയിൽ നിന്ന് മയക്കുമരുന്ന് വരുന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്ന് വരുന്നു, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ സംസ്ഥാന ഗവൺമെന്റും പോലീസ് സംവിധാനവും ഉണർന്ന് പ്രവർത്തിച്ചാൽ, CPM ഒത്താശ ചെയ്യാതിരുന്നാൽ 24 മണിക്കൂർ കൊണ്ട് ഈ നാട്ടിൽ, അത് TP സെൻകുമാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 24 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ മദ്യ ലോബിയെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് ലോബിയെ അടിച്ചൊതുക്കാനുള്ള ശേഷി കേരളത്തിലെ പോലീസ് സംവിധാനത്തിനുണ്ട്. ചെയ്യിക്കാൻ കഴിയേല. കാരണം ആലപ്പുഴയിൽ നിന്ന് പിടിച്ചത് കൗൺസിലറാണല്ലോ. എന്നിട്ട് കൗൺസിലർ പറയുന്നത് എന്താ, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസിയാണ്. മനസ്സിലായില്ലേ? പിടിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് നിരോധിത ഉൽപ്പന്നമായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുന്ന ന്യായീകരണം, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഉന്നയിച്ചതുപോലെ ദർ ഈസ് ആൻ അൺഹോളി നെക്സസ് ബിറ്റ്വീൻ, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇല്ല, ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഈ മയക്കുമരുന്ന് മദ്യ ലോബിയും. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം കൂടെ ഉണ്ട്, അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ആവശ്യമായ ധനസമാഹരണം ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇല്ല, ഞാൻ തിരുത്തുന്നു. ചില കമ്മ്യൂണിസ്റ്റുകാരെന്ന് അഭിനയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നേതാക്കന്മാർ ഈ മദ്യ ലോബിയെയും മയക്കുമരുന്ന് ലോബിയെയും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ വളർച്ചയുടെ ചവിട്ടുപടിയായി, ഞാൻ മാത്യു കുഴൽനാടന്റെ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു, ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നു എന്നുള്ളത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് അത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ TV ചാനലിലൊക്കെ കാണുന്ന വാർത്ത, തിരുവനന്തപുരത്തെ ചില പ്രദേശങ്ങളിൽ ഗുണ്ടകള് പരസ്യമായി ആളുകളെ വീട് കയറി ആക്രമിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു. ബൈക്കിൽ പോകുന്ന, ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീയെ ബൈക്കിൽ നിന്ന് അവരുടെ ആഭരണം പിടിച്ചു പറിക്കുന്നു, അവരെ വെട്ടാനായിട്ട് തുടങ്ങുന്നു. ഈ ഗുണ്ടാസംഘങ്ങളെല്ലാം ബൽദേവ് സാറെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ഈ മയക്കുമരുന്നിന്റെ അടിമകളെ അടിച്ചൊതുക്കണമെങ്കിൽ ഇതിന്റെ ലഭ്യത